തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തെ എല്ലാവരും പാടി നടന്ന ഒരു പാട്ടാണ് പോറ്റിയെ കേറ്റിയെ സ്വർണം കട്ടവന് ആരപ്പ എന്നുള്ള ഈ പാട്ട് ഒരു പാരഡിക് പാട്ടാണ്. അപ്പം ഇതിനെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുറച്ച് കാര്യങ്ങളെല്ലാം നമ്മുടെ ഇതിന്റെ ഇടയിൽ നടക്കുന്നുണ്ട്. അതായത് ഈ പാട്ട് എഴുതിയ ആൾക്കെതിരെ കേസ്, പാടിയ ആൾക്കെതിരെ കേസ്, അങ്ങനെ തുടങ്ങി CPM സർക്കാരിന്റെ ഒരു ഇരട്ടത്താപ്പെന്നായി നമ്മൾ കണ്ടതാണ്. അതെന്തിനാണ് CPM സർക്കാർ എങ്ങനെ പേടിക്കുന്നത്? അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് ശബരിമലയിൽ നടക്കുന്ന കൊള്ളയും സ്വർണം കക്കലും മുക്കലും ഒക്കെ അത് പുറത്തു വരുമ്പോഴത്തേക്ക് ജനങ്ങളിലോട്ട് ഈ പാട്ട് ആ ഒരു രൂപത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് തങ്ങളുടെ വിജയത്തെ അത് അതിഭീകരമായി ബാധിക്കുമെന്നുള്ള ഒരു ഭയത്തോടെയാണ് CPM സർക്കാർ ഇതിനൊരു മുന്നോടിയായിട്ട് ഇതിന് തടയിടുന്നത്. അതായത് ഈ പാരഡി ഗാനം എഴുതിയവരെയും പാടിയവരുടെ എല്ലാം FIR ഇട്ട് കേസ്, അതായത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യാനായിരുന്നു പുറപ്പാട്. എന്നാൽ അതിന് കുറച്ച് വിഷയങ്ങൾക്ക് മുമ്പ്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചർച്ച ആയതുമാണ്. എന്നാൽ ഇപ്പൊ തൽക്കാലം ഒന്ന് ഒതുങ്ങി നിൽക്കാം, ഇതൊരു വലിയ വിഷയമാക്കണ്ട എന്നാണ് വന്നിരിക്കുന്നത്. അവർ ഉന്നയിച്ച കാര്യം എന്താണ്? ഇതൊരു ഹിന്ദു പാട്ടാണ്, അത് അയ്യപ്പനെ സ്തുതിക്കാനുള്ള പാട്ടാണ്. അപ്പം ഇതൊരു എഴുതിയതാരാണ്? ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് എഴുതിയത്. JP കുഞ്ഞൻപിള്ള എന്നുള്ള അദ്ദേഹമാണ് ഇത് എഴുതിയത്. അതുകൊണ്ട് തന്നെ ഇത് മതത്തെ വ്രണപ്പെടുത്തുന്നു, അത് മത വിദ്വേഷം ഉണ്ടാക്കുമെന്നൊക്കെയാണ് CPMകാര് അത് മെനഞ്ഞെടുത്ത കഥകൾ. പക്ഷെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മുസ്ലിംസ് ആയാലും ഹിന്ദുക്കളായാലും ഇത് ഒരുപോലെ ഏറ്റെടുത്ത ഒരു കാര്യമാണ്. അതായത് അയ്യപ്പന്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്താരാണ് വാവരാണ് അല്ലെ. അപ്പം നമ്മൾ ഹിന്ദുക്കളും മുസ്ലിംസുമായിട്ട് യാതൊരു പ്രശ്നമില്ല. എന്നാൽ CPM എന്താണ് ഇവിടെ ഒരു പ്രശ്നമുണ്ട് എന്ന് ഇവിടെ ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ശരിക്കും ഇതിൽ വിളവെടുക്കുന്നത് CPM പ്രവർത്തകരാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇവർക്ക് എന്താണ് ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടെന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പൊ CPM നിൽക്കുന്നത്. ഇപ്പൊ CPM സർക്കാരിന്റെ ഇടയിൽ ഒരു ബുദ്ധിയും ബോധവും ഉള്ള ഒരുത്തനും ഇല്ലെന്നാണ് എന്റെ സംശയം. എന്താ വെച്ചാൽ ഈ പാട്ട് പ്രശ്നമായി അത് തങ്ങൾക്കിടയിൽ ചോദ്യചിഹ്നമായിരിക്കാൻ അവർ മിണ്ടാതിരിക്കണമായിരുന്നു. പകരം എന്താണ് ചെയ്തത്? ആവശ്യത്തോടെ ഇതിനൊരു കേസ് ഇട്ടു, FIR ഇട്ടു, അതിന്റെ പുറകിൽ അന്വേഷിച്ചിറങ്ങി ഇത് എഴുതിയവനെയും പാടിയവനെയും എല്ലാം കൂട്ടാനുള്ള ഒരു തത്രപ്പാടിലായി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഈ ഒരു ഗാനം അങ്ങ് തമിഴ്നാട്ടിലുള്ള ഒരു സൂഫികൾക്കിടയിൽ, ഒരു പരമ്പരാഗതമായിട്ടുള്ള സൂഫികളുടെ ഇടയിൽ അള്ളാഹുവിനെ സ്തുതിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്യൂണാണെന്നും ആ ട്യൂണ് പണ്ടേ തന്നെ ഈ അയ്യപ്പ ഭക്തിഗാനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചതാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ തന്നെ ഈ CPMന്റെ ഈ ഒരു ഗൂഢാലോചന അവിടെ പൊളിയാണ്. അപ്പൊ നമുക്ക് ചോദിക്കാനുള്ളത്, ഇതിനു മുമ്പ് കുറെ അധികം കാര്യങ്ങൾ ഹിന്ദു ജനങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ കുറെ അധികം കാര്യങ്ങൾ CPMന്റെ ഭാഗത്ത് തന്നെ വന്നിട്ടുണ്ട്. അതൊന്നും എന്റെ ഇതുവരെ ചോദ്യപ്പെടാഞ്ഞതും അതിന്റെ കേസ് എടുക്കാനും അതും തന്നെ പോകട്ടെ. അത് മാത്രമല്ല, ശബരിമലയില് അയ്യപ്പന്റെ നേരെ സ്ത്രീകൾ കയറിയുണ്ടായി. അവിടെ 18ാം പടി ചവിട്ടി അയ്യപ്പന്റെ ദേഹത്ത് പാടെറിയുമെന്നുള്ള പരാമർശം വരെ നടത്തുകയുണ്ടായി സ്ത്രീകള്. എന്നിട്ട് എന്ത് നടപടിയാണ് ഇവിടെ സ്വീകരിച്ചത്? അതുപോലെ തന്നെ നമുക്ക് കാണാം, കുറച്ച് കാര്യങ്ങളുണ്ട്, കണ്ടിട്ട് വരാം. പുറത്തമ്മയ്ക്ക് ദുഃഖം സഹിക്കാനാവാതെ മാളികപ്പുറത്തമ്മ കരഞ്ഞു. അതാണ് ആ കണ്ണുനീരിങ്ങനെ വന്ന് വീണ് അത് ഒരു മഹാപ്രളയമായി മാറി. അങ്ങനെയാണ് കേരളത്തിൽ പ്രളയം ഉണ്ടായി. മനസ്സിലായി? 17 വീടുകളെല്ലാം മുങ്ങിപ്പോയി. അപ്പൊ പമ്പയിലും വെള്ളം പോയി. ആഗസ്റ്റ് 17 ചിങ്ങമാസം 1-ാം തീയതി നട തുറന്നപ്പോ കന്യയ്യപ്പനുമില്ല, ഗുരുസ്വാമിയില്ല, ആരുമില്ല. കാരണം പ്രളയമാണ്. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി കന്യയ്യപ്പൻ ചിങ്ങമാസം 1-ാം തീയതി മലയിലെത്തിയില്ല. അപ്പൊ വ്യവസ്ഥ പ്രകാരം എന്ത് വേണം? മാളികപ്പുറത്തമ്മയെ വിവാഹം കഴിക്കണം. ആഗസ്റ്റ് മാസം 18-ാം തീയതി, വാക്ക് പറഞ്ഞാൽ പാലിക്കുന്ന ആളല്ലേ അയ്യപ്പൻ, അല്ലാതെ വാക്കിന് വ്യവസ്ഥ ഇല്ലാത്ത ആൾ അയ്യപ്പൻ എന്ന് പറയുക അങ്ങനെയുണ്ട്. 18-ാം തീയതി വാക്ക് പ്രകാരം അയ്യപ്പൻ മാളികപ്പുറത്തമ്മയെ വിവാഹം കഴിച്ചു. അങ്ങനെ ബ്രഹ്മചര്യം അവസാനിച്ചു. അതുകൊണ്ട് ഇനി ശബരിമലയിൽ ഭക്തർക്ക്, സ്ത്രീകൾക്ക് വരുന്നതിൽ തടസ്സമില്ല. കാര്യങ്ങൾ ഇങ്ങനെ കോടിക്കണക്കിന് ഹിന്ദു വിശ്വാസികളുടെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ് ഈ CPMന്റെ ഭാഗത്തുനിന്ന് പല തവണയായിട്ട് പല പ്രവർത്തകരിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. എന്നിട്ട് എന്ത് നടപടിയാണ് ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത്? എന്തിനാണ് ഒരു ഗാനം, അതായത് അയ്യപ്പന്റെ സ്വർണ്ണം മുക്കി, അത് മുക്കിയത് ആരപ്പ, സഖാക്കളാണ് അപ്പ എന്ന ഈ ഒരു വരിയെ എന്തിനാണ് ഇവർക്ക് ഇത്ര രോക്ഷാകുലമായത്? ഇതിനു മുമ്പ് എത്രയോ കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പോട്ടെ, കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ എന്തോ ബോംബ് സ്ഫോടനം ഉണ്ടാക്കുന്നതിനിടയിൽ, അതായത് ബോംബ് നിർമ്മിക്കുന്നതിനിടയിൽ അത് പൊട്ടിത്തെറിച്ച് ഒരു കൈപ്പത്തി പോയിരുന്നു. അപ്പം അതേ തുടർന്ന് എന്ത് നടപടിയാണ് എടുത്തത്? അതൊന്നും നടപടിയില്ല. അത് ഓലപ്പടക്കമാണെന്ന് എഴുതി ചേർത്ത് പോലീസ്. അതൊക്കെ അങ്ങനെ സേഫ് ആക്കി വെച്ചു ഒരു സൈഡില്. പക്ഷെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അത് അവർക്ക് നാളെ അതിനേക്കാളും വലിയൊരു ബോംബ് ആകുമെന്ന് തിരിച്ചറിഞ്ഞ് അവരൊരു മുൻകൂട്ടി ഒരു പ്ലാനും പദ്ധതി ഇട്ടതാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഇപ്പം FIR ഇട്ട് ഈ ഒരു പാട്ട് മേട്ടയിൽ നിന്ന് തന്നെ റിമൂവ് ചെയ്യിക്കുകയാണെങ്കിൽ, അതായത് ഏതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇത് ഓടിയിട്ടുണ്ടോ ആ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇത് റിമൂവ് ചെയ്യുകയാണെങ്കിൽ തങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ്, ഏറ്റവും മഹത്തായ കാര്യമാണ്, ജനങ്ങളോട് ചെയ്യാൻ പറ്റുക, അത് ഹിന്ദു ജനങ്ങളോട് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവിടെ ഇങ്ങനെ ഒരു FIR ഇടാൻ നോക്കിയത്. അപ്പോഴത്തേക്ക് ഇതിൽ ഹിന്ദുക്കളെയും കൂട്ടുപിടിക്കാം. ഇത് ആരാണ് എഴുതിയത്? ഒരു മുസ്ലിം നാമധാരികളാണ് ഇത് എഴുതിയത്. അപ്പൊ അവിടെ ഒരു മതവിദ്വേഷം ഉണ്ടാക്കാമെന്ന് മനഃപൂർവ്വം ചിന്തിക്കുകയാണ്. പക്ഷെ അവിടെ CPM സർക്കാരിന് പാളിപ്പോയി. എന്താണ്? അവർക്കറിയാം ഇത് അയ്യപ്പന്റെ സ്വർണ്ണം മുക്കിയതിനെ തുടർന്ന് അതേ തുടർന്ന് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു പാരഡിയാണ്. ഇത് അവിടെ ആവശ്യമാണ്. അപ്പൊ ഹിന്ദുക്കൾ ആരും തന്നെ ഇതിനെ എതിർത്തില്ല. പകരം മുസ്ലിംസ് എഴുതിയ ഈ ഗാനത്തോട് അവർ ചേർത്ത് പിടിച്ചു. ഇത് ശരിയാണ്, അത് അയ്യപ്പന്റെ സ്വർണ്ണം മുക്കിയതിനുള്ള പ്രതിഷേധമാണ്, ഇതിൽ ഞങ്ങളും കൂടെ ഒത്തുചേർന്ന് നിൽക്കണം, ഇതൊരു വാവരിസ്വാമിയാണ് അല്ലെ, വാവരിസ്വാമിയാണ് അയ്യപ്പന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. അപ്പം അതുപോലെ തന്നെ
ഹിന്ദുക്കളുടെ സ്വർണം, അതായത് ഹിന്ദുക്കളുടെ ഒരു പരമ്പരാഗത ദൈവമായിട്ടുള്ള നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ അയ്യപ്പന്റെ സ്വർണം കക്കുമ്പോഴത്തേക്ക് അതിലൊരു മുസ്ലിം ചോദ്യം ചെയ്ത് ഇന്നവരാണ് ഇത് കട്ടെന്ന് ചൂണ്ടിക്കാണിച്ചാൽ എന്താണ് തെറ്റ്? ആരെയാണ് നിങ്ങൾ ഈ ഭവിക്കുന്നത്? അപ്പൊ ഇതെല്ലാം കേട്ടിട്ട് ജനങ്ങളെ നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ തീർച്ചയായും കമന്റ് ചെയ്യുക. ഈ ഒരു സോങ്, ഈ ഒരു പാരഡി ഗാനം ആർക്കാണ് അസ്വസ്ഥത ഉണ്ടായെന്ന് നിങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.